ഹലോ നമസ്കാരം. സോളോ ട്രക്ക് ലൈഫ് ഷാജുവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ കോയമ്പത്തൂരിൽ ലോഡ് കയറ്റാൻ വേണ്ടി വന്നിട്ടാണുള്ളത്. കോയമ്പത്തൂരിൽ നിന്ന് ചെന്നൈയിലേക്ക് ലോഡ് കയറ്റാൻ വേണ്ടി കമ്പനിയിൽ വന്നത് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെ ലോഡൊന്നും ആയിട്ടില്ല. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന രണ്ട് വണ്ടിയുണ്ട്. നമ്മൾ രണ്ട് വണ്ടി അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അത് 20 ഫീറ്റും നമ്മൾ 32 ഫീറ്റും. അപ്പോൾ ഒന്നും ആയിട്ടില്ല ഇതുവരെ. അപ്പോൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നു രണ്ടുപേരും. ഇവിടെ ലോഡ് നമ്മൾ കയറ്റുന്നത് മെയിനായിട്ട് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. നമ്മുടെ ഈ പൈപ്പിൻ്റെ ഒക്കെ ഐറ്റംസ് ഇല്ലേ, അതൊക്കെയാണ് ഇവർ ചെയ്യുന്നത് മൊത്തമായിട്ട്. ജോയിൻറ്റ് കണക്ഷൻസ് അങ്ങനത്തെയൊക്കെയാണ് വലിയ വലിയ വർക്കൊക്കെയാണ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇവിടെ പ്രൊഡക്ഷൻ സംഭവങ്ങളുള്ളത്. ഇവിടെ നമ്മുടെ ഒരു ബായ് ഉണ്ട് ഇവിടെ. ബായ് ഹലോ നമസ്കാർ. किधर के आप? मैं उड़ीसा से आ रहा हूँ। उड़ीसा. इधर काम करने में आया। अच्छा. कितना साल हो गया इधर? मैं उधर काम कर रहा हूँ 2 साल 2.5 साल हो गया। ओके, आपका नाम पूछने के लिए भूल गया. क्या नाम है आपका? मेरा नाम संजय कुमार खटुआ है। संजय कुमार. अच्छा, यही काम कर रहे थे? यही अभी हमारा गाड़ी में जाएगा? अच्छा, ये सब जाएगा ना. ओके, ये मशीनरी का आइटम्स है ना? विदेश में जाते हैं? पूरा विदेश में जाता है पूरा. हमारा इंडिया से बाहर जाता है. हाँ, इंडिया से बाहर, इसलिए हम लोग चेन्नई लेके जा रहे हैं. अच्छा ओके. अभी कब फैमिली इधर ही है? गाँव में. रूम किधर है अभी? बाहर है. अच्छा अच्छा. ഓക്കെ ബൈ, താങ്ക് യു. ഇതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പാർട്സുകളാണ്. പക്ഷെ ഇതൊക്കെ എനിക്കൊന്ന് മഴ കൊണ്ടിട്ട് തുരുമ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ഇവിടെയൊക്കെ പഴയതായി തോന്നുന്നുണ്ട്. ബോക്സുകൾ കുറച്ച് കയറ്റിയിട്ടുണ്ട്. ഇനിയിപ്പം കുറച്ചുകൂടി ബോക്സ് റെഡി ആവാനുണ്ട്. ഇപ്പം ഏകദേശം ഒരു 4 ബോക്സ് കയറ്റിയിട്ടുണ്ട്, വലിയ ബോക്സ്. ഇനിയിപ്പോൾ ഇതിൻ്റെ സൈഡിൽ ചെറിയ ബോക്സ് കയറ്റാണ്ട് അത്രേ. लाइट अच्छा है? लाइट चलेगा ना? അപ്പോൾ ലോഡ് ചെയ്യാൻ കുറേ സമയം വൈകി. ഇപ്പോൾ പിന്നെയും എന്താ പറയുക, അവർ പാക്കിംഗ് ആയിട്ട് ഇപ്പോൾ കുറച്ച് ബോക്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഇരുടായി. ഇതാണ് കമ്പനീൻ്റെ ഒരു സൈഡ്. ഇവർ ഈ ഡബിളായിട്ട് ബോക്സ് വെച്ചിട്ട് പാലറ്റ് ജാക്കിൽ നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ് ഇത്. ലോഡ് ഹൈറ്റ് ഇല്ലെങ്കിലും ഓരോ ബോക്സിലും നല്ല നല്ല വെയിറ്റുള്ള സാധനങ്ങളാണ്. ഏകദേശം ഒരു 3/4 ടണ്ണോളം വരുന്നുണ്ട് ഓരോ ബോക്സുകൾ. അപ്പം ലോഡ് ഫുള്ളായിട്ട് കാണിക്കൂല, പക്ഷേ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ടാകും. പക്ഷേ നമ്മളെ വണ്ടി മാക്സിമം 18 ടണ്ണാണ് കയറ്റാൻ പറ്റുക. ഇത് ഏകദേശം 18 ടണ്ണ് ഉണ്ടാവും, കാരണം ഓരോ ബോക്സ് തന്നെ ഉണ്ട്. അതിന് അനുസരിച്ച് ഏകദേശം 3/4 ടണ്ണ് 1 ടണ്ണിൻ്റെ ഇതിൽ വരുന്നുണ്ട്. മറ്റേ പാലറ്റ് ജാക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് അവരത് മാറ്റിയിട്ട് ഇപ്പം വേറൊന്ന് വണ്ടി കയറ്റിയാണ്. കാരണം നല്ല ഹെവി ആയതുകൊണ്ട് ഞാൻ ചോദിച്ചാൽ പറഞ്ഞാൽ ഏകദേശം 900 കിലോ, ഏകദേശം 1 ടണ്ണ് എടുക്കുക വരുന്നുണ്ട് ഇതിൻ്റെ വെയിറ്റ്. അപ്പം അതിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരിപ്പം പാലറ്റ് ജാക്ക് മാറ്റിയിട്ട് പുതിയ വേറെ പാലറ്റ് ജാക്ക് വെച്ചിട്ടുള്ളത്. രാത്രി 2 മണിയായി. എന്നിട്ടും ഇവർ പാക്കിങ് ഇപ്പോഴാണ് തീർന്നത്. അപ്പോൾ ലാസ്റ്റ് ഇനി ഒരു 6 പാലറ്റ് കയറ്റാണ്ടായാൽ ഇതാ 2 പാലറ്റ് ഇപ്പോൾ കയറ്റി. ഇനിയൊരു 4 പാലറ്റും കൂടി ബാക്കിയുണ്ട്.
അപ്പോൾ സമയം രാത്രി 2:30 മണിയാകുമ്പോഴത്തേക്കും എല്ലാ ബോക്സും കയറ്റി ഇവരൊക്കെ ഉറങ്ങാതെ 1.5 മണിക്ക് ഇവർക്ക് പോകണ്ടേ ഡ്യൂട്ടി കഴിഞ്ഞിട്ട്. അപ്പോൾ ഉറങ്ങാതെ ഇവർ ഇത് തീർക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ജോലി ചെയ്യുക. മറ്റേ വണ്ടി അത് അവിടെ ഓൾറെഡി ചെറിയ വണ്ടി ആയതുകൊണ്ട് അവർ ഓൾറെഡി ലോഡ് കയറ്റി വെയിറ്റ് ചെയ്യുന്നു ബില്ലിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളെ വണ്ടിയും ഇനിയിപ്പം ബില്ല് റെഡി ആവുന്നവരെ വെയിറ്റ് ചെയ്യണം. ഇവിടുന്ന് നമ്മുടെ സൂപ്പർവൈസർ ഫോട്ടോ എടുക്കുന്നുണ്ട് ഇതിൻ്റെ ഓരോ ഉള്ളിലുള്ളത്. മൂന്നേ 10 3:10 ഓക്കെ അണ്ണാ പാക്കലാം ബൈ ബൈ. അപ്പം 3:10 നമ്മൾ പുറത്തേക്ക് 2 വണ്ടി ഗേറ്റിൽ നിന്ന് ഇറങ്ങുക. ഓക്കെ വരുന്ന വഴിക്ക് നസിയന്നൂർ എന്ന് പറഞ്ഞ വാവിക്കട എന്ന് പറഞ്ഞ സ്ഥലത്ത് നൈറ്റിലും 24 hours ഇതുണ്ട്, എന്ത് വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടത്തേക്ക് വന്നിട്ടുള്ളത് ഇപ്പം വീൽ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി. കാരണം നമ്മുടെ ഒരു ഫ്രണ്ട് വീല് ലെഫ്റ്റ് സൈഡിൽ ടയർ ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തഴഞ്ഞു പോകുന്നുണ്ട് കൂടുതൽ. അപ്പോൾ ഇവിടത്തേക്ക് കന്ദൻ ടയേഴ്സ് ഇതിന്റെ പേര്, കന്ദൻ ടയർ കെയർ. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കയറ്റിയിട്ടുള്ളത്. ഇത് ഹൈവേ തന്നെയാണ്, ബോർഡ് കാണിച്ചത്. സേലത്തേക്ക് പോകുന്ന വഴിക്ക് റൈറ്റ് സൈഡിൽ, അതായത് ഇപ്പം ഞാനുള്ളത് കോയമ്പത്തൂരേക്ക് പോകുന്ന സൈഡിലേക്കുള്ളത്. 24 hours വർക്കാണ് ഇവിടെ. കന്ദൻ ടയേഴ്സ് കെയർ, കന്ദൻ ടയർ കെയർ എന്നാണ് ഇതിന്റെ പേര്. നൈറ്റിൽ 2 പേരുണ്ട്. അപ്പോൾ അവർ അലൈൻമെന്റ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ ചെക്ക് ചെയ്തിരുന്നു. പക്ഷെ കമ്പനിയുടെ ആൾ പറഞ്ഞ് അവിടെ നിന്ന് ചെക്ക് ചെയ്താൽ കറക്റ്റ് ആവുന്നില്ല, പിന്നെ പൈസ അധികം അവിടെ ആയിരുന്നു. ഇവിടെ ആകുമ്പോൾ 800 ഉറുപ്പയുള്ളൂ ഈ 10 വീല് വണ്ടിക്ക്. അവിടെ 2 സംതിങ് വാങ്ങിച്ചു തന്നു, പക്ഷെ ശരിയായിട്ടില്ല. ഈ വീല് വല്ലാണ്ട് അകംഭാഗം വല്ലാണ്ട് തയഞ്ഞു പോകുന്നു. അപ്പോൾ ഇവർ കമ്പ്യൂട്ടറിൽ മൊത്തം നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് വണ്ടീൻ്റെ കിലോമീറ്ററും എല്ലാം എൻ്റർ ചെയ്തിട്ട് ആണ് ഇത് തുടങ്ങുന്നത് പരിപാടികൾ. BS6 അണ്ണാ പുതുസ് വണ്ടി ഇത്. ഇതാണ് അതിന്റെ സിസ്റ്റം. അപ്പൊ ഇവരിത് കമ്പ്യൂട്ടറിൽ ആഡ് ചെയ്തിട്ട് കമ്പ്യൂട്ടർ സെൻസർ ഇതാ ഈ 2 പോസ്റ്റ് ഇതാ കാണിച്ചുതരാം. ഈ പോസ്റ്റിൽ നിന്ന് അവർ സെൻസർ ഉപയോഗിച്ചിട്ട് ഇതിന്റെ മെഷർമെന്റ് എടുക്കുന്നുണ്ട്. അപ്പോ റിവേഴ്സ് பண்ண ഇത് മുടിഞ്ഞാ ഓക്കെ. ഇവിടെ ഈ സ്ക്രീനിൽ അവർ നോക്കിയിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. ഓരോ ടയറിൻ്റെതും ഇവിടെ ഈ നമ്പർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് റെഡ് ഉള്ളത് അത് ലെവലില്ലാന്നാണ്. അപ്പോൾ ഗ്രീനിലേക്ക് അത് മാറണം അവരെ അഡ്ജസ്റ്റ്മെന്റിൽ. അപ്പോൾ അവിടുന്ന് അവർ സ്റ്റയറിങ് തിരിച്ചിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർ ചെറിയ പോയിന്റിൽ സ്റ്റയറിങ് തിരിച്ച് ലെവലാക്കണം, എന്നാലേ അത് കറക്റ്റ് അതിൻ്റെ മെഷർമെന്റ് അത്രയും കറക്റ്റായിട്ട് കിട്ടും. അതിന്റെ ബാക്കി കാര്യങ്ങൾ പ്രകാരം അണ്ണൻ ഇവിടുന്ന് അതിന്റെ ബാലൻസ് റാഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ജാക്കി മിഡിൽ വെച്ചിട്ട് അവർ പൊന്തിച്ചിട്ട് അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ലെവലാക്കിയാണ്.
ഇപ്പോൾ വീലിൻ്റെ പണിയും അതായത് അലൈൻമെൻറ്റിൻ്റെ പണിയും വീൽ ചേഞ്ച് ചെയ്യാനും കഴിയുമ്പോഴത്തേക്ക് തന്നെ ഏകദേശം നേരം വെളുത്തു. അപ്പം പിന്നെ ഇനി ഏതായാലും നേരെ ചെന്നൈയിലേക്ക് പോകാൻ റെഡിയായി. ഇതാണ് കന്ദൻ ടയർ കെയർ. നേരത്തെ ഇരുട്ടലായതുകൊണ്ട് ശരിക്കും മനസ്സിലായിട്ടില്ല, മങ്ങിയിട്ടുണ്ടായിരുന്നു. ഇവിടെ എല്ലാവിധ ടയറിൻ്റെ കെയറിങ് തന്നെയാണ്. പഞ്ചറായാലും 24 hours പഞ്ചർ കടയും എല്ലാം റെഡിയാണ്. ഇവിടെ കംപ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ സേലം ലക്ഷ്യമാക്കി ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സേലത്തേക്ക് ഇനി 70 കിലോമീറ്ററാണ് ഉള്ളത് ഇവിടുന്ന്. നമ്മൾ ഏകദേശം ഈ റോഡ് കഴിഞ്ഞു. സ്വാമിമാരൊക്കെ ഇങ്ങനെ നടന്നിട്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ശബരിമലയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടുത്തെ റോഡുകൾ ഭംഗിയതാണ്. അച്ചയംപാളയം ഇവിടെ ഒരു വാലി എന്ന് പറഞ്ഞാൽ ടെക്സ് വാലി. അതൊരു ടെക്സ്റ്റൈൽ മാളാണ്. ലെഫ്റ്റ് സൈഡിൽ കാണുന്നൊരു ബോർഡ് ഉണ്ടാകും, കാണാൻ പറ്റുന്നതായിരിക്കുന്നു. അവിടെ ഒരുപാട് ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ മൊത്തം ടെക്സ്റ്റൈലിൽ അവിടെ അവരൊരു ടെക്സ്റ്റൈൽ ഷോപ്പിംഗ് മാൾ, അത് ടെക്സ് വാലി എന്ന പേര്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ മൈക്രോമാർട്സിൻ്റെ ഒരു ഷോപ്പ്, ഫാക്ടറി ഔട്ട്ലെറ്റ്. ടെക്സ് വാലിയിലേക്കുള്ള എൻട്രൻസാണ് ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. കാവേരി നദി, കർണാടകയിൽ നിന്ന് കാവേരി നദി തമിഴ്നാട്ടിലേക്ക് ഒഴുകുന്ന ഇവിടെയാണ്. ഇതിലൂടെ പോകുന്നു. കാവേരി നദിയുടെ മുകളിലേക്ക് കുറച്ച് കുതിരകളെ മേയാൻ വിട്ടിട്ടുണ്ട്. നമ്മളെ പശുവിനെല്ലാം മേയാൻ വിട്ടോലെ 4 കുതിര. അങ്ങനെ സംഘഗിരി ടോൾ ബൂത്തിൽ നമ്മളെത്തിയിട്ടുണ്ട്. കുമാരപാളയം ടോൾ റോഡ്. എടപ്പാടിയിലേക്ക് പോകേണ്ടത്. നമ്മുടെ പഴയ തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിയുടെ നാട്ടിലേക്ക് പോകേണ്ട വഴിയായിരുന്നു. ആ ലെഫ്റ്റിലേക്ക് ബസ് പോകുന്ന റൂട്ടിൽ ബഡ്ജിൻ്റെ അടിയിൽ ലെഫ്റ്റ് എടപ്പാടി. നമ്മൾക്ക് നേരെ സേലം ചെന്നൈ. ഇവിടുത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് കോളേജ്.
നേരെ അങ്ങ് ലെഫ്റ്റ് കാണുന്ന റോഡിലേക്ക് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോഡാണ്. ഇവിടെ തൊട്ടൂർ കൃഷ്ണഗിരി, അതായത് ധർമ്മപുരി കൃഷ്ണഗിരി തൃശ്ശൂർ വഴി ബാംഗ്ലൂരിലേക്ക് പോകുന്ന വഴിയാണ് ആ ലോറി അത് അങ്ങോട്ടേക്ക് ചെയ്യാൻ പോകുന്നത്. ലെഫ്റ്റിലേക്ക് ഇവിടെ റൈറ്റിലേക്ക് ചെന്നൈ നാമക്കലൊക്കെ റൈറ്റിലേക്ക് പോകണം. ആ കണ്ടെയ്നർ ലോറി അങ്ങോട്ടേക്ക് ലെഫ്റ്റ് പോകുന്നത് അത് ബാംഗ്ലൂരിലേക്ക് പോകുന്ന റോഡ്. നമുക്ക് ചെന്നൈയിലേക്ക് റൈറ്റ് സൈഡിലേക്ക് റൈറ്റ് പോകണം. ഇവിടുന്ന് ഏകദേശം സേലം ടൗണിലേക്ക് ഒരു 7 കിലോമീറ്റർ ഉണ്ട്. നമ്മളിപ്പോൾ സേലം ടൗണിൻ്റെ അടുത്തുള്ള ഫ്ലൈ ഓവറിലേക്ക് കൂടി ഇങ്ങനെ ചെന്നൈ റോഡിലേക്ക് ഇങ്ങനെ തിരിഞ്ഞ് ഔട്ടിലേക്ക് കൂടി പോവാം, സിറ്റിയിലേക്ക് പോകാണ്ട്. നല്ലൊരു അടിപൊളി ഒരു മലയുണ്ട് നമ്മുടെ കൃഷ്ണഗിരി പോലെ. പക്ഷെ ഈ മലയിൽ നിന്ന് ഒരുപാട് കല്ലുകളൊക്കെ പൊട്ടി താഴേക്ക് പോയി. അങ്ങനെ സ്ഫോടനം നടന്ന പോലത്തെ മലയാന്ന് തോന്നുന്നു. കംപ്ലീറ്റ് കല്ലുകളാന്നല്ല, കംപ്ലീറ്റ് മുമ്പെന്തോ സ്ഫോടനം അങ്ങനെ നടന്ന പോലെ തോന്നുന്നു. ഒരുപാട് കല്ലുകൾ. താഴെ തെങ്ങ് വെച്ചിട്ടാണ് നല്ല അടിപൊളി. ഭാവിയില് നല്ല അടിപൊളിയായി. ഇവിടെ ഒരു പ്രസിദ്ധമായൊരു അമ്പലമാണ്. ഇവിടെ നിന്നും എന്തോ ഒരു പ്രത്യേകമായൊരു ഉത്സവം എന്തോ നടക്കുന്നുണ്ട്. എല്ലാവരും ഒരു ചുവന്ന ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇവിടത്തേക്ക് വന്നിട്ടുണ്ട്. ഒരുവിധ സ്ഥലത്തെല്ലാം ബസ്സിൽ വരുന്നുണ്ടായിരുന്നു. മേൽമറവത്തൂരാണോ അല്ല, മേൽമറവത്തൂർ എന്നുള്ള സ്ഥലത്തായത്. അപ്പം ലേഡീസും കൂടുതൽ ലേഡീസ് തന്നെ ചുവന്ന സാരി എടുത്തിട്ട് പല സ്ഥലത്തും ഇതിന് ഈ അമ്പലത്തിൻ്റെ ഉള്ളിൽ എന്തോ ഉത്സവം തോന്നുന്നുണ്ട്. അവിടെ ക്യൂ നിന്നിട്ട് ആൾക്കാർ. മേൽമറവത്തൂർ ചെന്നൈയിലേക്ക് കിടക്കാൻ ഏകദേശം സിറ്റിന്റെ ഔട്ടിലാണ് നമ്മളുള്ളത്. ഇപ്പം റോഡിന്റെ പണി നടക്കുന്നുണ്ട് തോന്നുന്നു. പാലത്തിൽ കുഴികൾ അടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പുഴയൊക്കെ വറ്റി വരണ്ടിട്ടുള്ള കുറച്ചേ വെള്ളമുള്ളൂ. അങ്ങനെ ചെങ്കൽപ്പേട്ട് ടോൾ ബൂത്തിലെത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ ചെന്നൈ നഗരത്തിലേക്ക് വരുമ്പോഴുള്ള ലാസ്റ്റത്തെ ടോൾ ബൂത്താണ്. നല്ല തിരക്കുണ്ട് കേട്ടോ. ചെന്നൈ 53, നെല്ലൂർ 28, വിശാഖപട്ടണം 113, കൊൽക്കട്ട 1172. ഇവിടുന്ന് കിലോമീറ്ററാണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമ്മൾ ചെന്നൈ നഗരത്തിലേക്ക് ഇങ്ങനെ കടന്നു പോവുകയാണ്. ചെങ്കൽപ്പേട്ട ടോൾ പ്ലാസ കഴിഞ്ഞ് ഇനി അങ്ങോട്ട് തിരക്കുള്ള സ്ഥലങ്ങളാണ്. ടൗണിനകത്ത് നിന്ന് നല്ല തിരക്കാണ്. ആർക്കോണം 66, തിരുത്തണി 58, ചിറ്റൂർ 138, തിരുപ്പതി 151 അടുത്ത റോഡാണ്. ഇതിവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ട ഒരു റോഡുണ്ട്. നമ്മളിവിടെ സിംഗപ്പെരുമാൾ കോവിലെത്തിയിട്ടുണ്ട്. SP കോവിൽ എന്ന് പറയും. വേലൂർ 113, കൃഷ്ണഗിരി 230, ഹൊസൂർ 285, ബാംഗ്ലൂർ 315. സിംഗപ്പെരുമാൾ കോവിൽ അവിടെ എത്തിയിട്ടുണ്ട് നമ്മളിപ്പോൾ. ലെഫ്റ്റിലോട്ട് കാണുന്ന റോഡിലേക്ക് കൂടിയാണ് നമുക്ക് ശ്രീപെരുമ്പത്തൂർ, കൊറകടൊക്കെ പോകേണ്ടത്. അവിടത്തേക്ക് പുതിയൊരു
ഫ്ലൈ ഓവർ പണി നടക്കുന്നുണ്ട്. അതായിക്കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസിയാവും അങ്ങോട്ടേക്ക് പോകുന്നത്. ഇതിപ്പോൾ ചെന്നൈൻ്റെ ഔട്ടർ റിംഗ് റോഡ് വഴി, അതായത് റോഡ് വഴി നേരെ നമ്മുടെ ചെന്നൈ പോർട്ടിനെ ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ പോകുന്നത്. നമുക്ക് ലോഡ് ഇറക്കേണ്ടത് ചെന്നൈ പോർട്ടിൻ്റെ അടുത്താണ്, മണലി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അപ്പോൾ അവിടത്തേക്കുള്ള ഔട്ടർ റിംഗ് റോഡായത്. അവിടെ ലൈറ്റൊക്കെ ഉണ്ട്, നല്ല സൂപ്പറായിട്ട് ലൈറ്റ്. ഇവിടെ എന്തോ ഒരു വർക്ക് നടക്കുന്നുണ്ട്. മെട്രോൻ്റെ ആണോ കാണുമ്പോൾ സ്റ്റേഷനിൽ ലൈൻ ഈ ഭാഗത്തേക്ക് വരുന്നു. നല്ല രണ്ട് പാലങ്ങൾ ഫ്ലൈ ഓവറാക്കിയിട്ട് ടൗണിൻ്റെ മുകളിലേക്ക് കൂടി നേരെ ഹാർബറിലേക്ക് പോകുന്ന വഴിയാണ്. ടൗണിലേക്ക് കൊണ്ടുവരിച്ച് താഴെ കൂടി പോകും. അങ്ങനെ ഫൈനലി നമ്മളിവിടെ ലോഡ് ഇറക്കേണ്ട സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, ചെന്നൈയിൽ. അപ്പോൾ രാത്രി ആയതുകൊണ്ട് ഇന്ന് ലോഡ് ഇറക്കൂല, നാളെ ഇറക്കും. അപ്പോൾ അതുവരെ ഇവിടെ റെസ്റ്റ് എടുക്കുക. പിന്നെ ഇതൊരു കണ്ടെയ്നർ യാർഡാണ്, ഹാർബറിൻ്റെ അടുത്തുള്ള. അപ്പോൾ ഈ വീഡിയോ ഞാനിവിടെ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.